കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ വിഘടന്മാരെക്കുറിച്ച് നിഖിൽ പെരിയാമ്പ്രയുടെ ഒരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഭൂമിയോളം താണു ക്ഷമിച്ചു, സഹിക്കാവുന്നതിലും അപ്പുറം സഹിച്ചു. എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നുവോ അപ്പോഴൊക്കെയും പിന്നെയും തലയിൽ കയറി ചെവി തിന്നുന്ന സ്വഭാവമായി വന്നു. അങ്ങനെ വന്നവർക്ക് ഇരുത്തിയിൽ എണ്ണ പകർന്ന് അസ്തിത്വം തേടി നടക്കുന്ന മറ്റുള്ളവരും അവർക്കൊപ്പം കൂടി വീണ്ടും ദ്രോഹവുമായി എത്തിത്തുടങ്ങിയപ്പോഴാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ തങ്ങൾ ആരെന്നത് പൊതുസമൂഹത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ അക്ഷരനഗരിയെ നിശ്ചലമാക്കിയ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ റാലിയും മഹാസമ്മേളനവും കണ്ടുകഴിഞ്ഞപ്പോൾ ഒരിക്കൽ മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകവും ശുദ്ധസഭയുടെ പൗരാണിക പാരമ്പര്യവും ഇട്ടെറിഞ്ഞു പോയവർക്ക് കിടക്കപ്പുറത്ത് കിട്ടാത്തതിന്റെ വിമ്മിഷ്ടങ്ങൾ അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയതിന്റെ പ്രതിഫലനങ്ങളാണ് തിരുവല്ലയിൽ നിന്നും ഇപ്പോൾ ഒരു കസേര പൊങ്ങിവരാൻ കാരണമായിരിക്കുന്നത്. ഒരുപക്ഷെ ടൈംസ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ പിണറായി സഖാവിരുന്ന കസേരയ്ക്ക് ശേഷം ഇത്രമാത്രം പ്രശസ്തി തേടിയെത്തിയ മറ്റൊരു കസേര ഇല്ല എന്ന് വേണമെങ്കിലും കരുതാം. മലബാർ റീത്ത് കത്തോലിക്ക സഭയുടെ പിറവിക്ക് കാരണമായ പറമ്പിൽ ചാണ്ടിയുടെ ചതിക്കു ശേഷം മലങ്കര സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു പാലക്കുന്നന്മാർ തുടങ്ങിവെച്ച നവീകരണ പ്രവർത്തനങ്ങൾ. പാലക്കുന്നന്മാർ കൈക്കലാക്കിയിരുന്ന മലങ്കര മൂപ്പന്റെ അധികാരത്തിന്റെ അടയാളങ്ങളായിരുന്ന വടിയും മുടിയും തിരുവിതാംകൂർ റോയൽ കോടതി വിധിക്ക് ശേഷം പാലക്കുന്നത്ത് തോമസ് അത്താനാസിയോസിന് മലങ്കര സഭയെ തിരികെ ഏൽപ്പിക്കേണ്ടി വന്നു എന്നതും ചരിത്രവും കാലവും സാക്ഷ്യപ്പെടുത്തിയതാണ്. കോടതി ഉത്തരവിനെ തുടർന്ന് മലങ്കര മെത്രാപ്പൊലിത്തയുടെ അധികാര അടയാളങ്ങൾ തിരികെ ഏൽപ്പിക്കേണ്ടി വന്നതിലുള്ള മനോവിഷമം തീർക്കാനായി പാലക്കുന്നത്ത് തറവാട്ടിലെ കാർണവർമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കസേര തോമസ് അത്താനാസിയോസ് കൈവശപ്പെടുത്തുകയും ശിഷ്ടകാലം അതിലിരുന്ന് നവീകരണ സഭയെ ഭരിക്കുകയും ചെയ്തിരുന്നു എന്നത് മറ്റൊരു പിന്നാമ്പുറ ചരിത്രം. അവിഹിത മാർഗത്തിൽ ആയിരുന്നു മേൽപ്പട്ട പദവി കരസ്ഥമാക്കിയതെങ്കിൽ പോലും മലങ്കര മെത്രാപ്പൊലിത്തയുടെ അധികാരം ഉപയോഗിക്കാൻ പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസിയോസിന് രാജകീയ വിളംബരം ലഭിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ കൈവശം വന്നു ചേർന്ന മലങ്കര സഭയുടെ അമൂല്യനിധികളിൽ ഒന്നായ പുരാതന ചെപ്പേടുകളിൽ ഒരു ചെറിയ ഭാഗം ഇന്നും പുലാത്തീൻ അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കുന്നുമില്ല. അവിഹിത മാർഗത്തിൽ ആയിരുന്നു മേൽപ്പട്ട പദവി കരസ്ഥമാക്കിയതെങ്കിൽ പോലും മലങ്കര മെത്രാപ്പൊലിത്തയുടെ അധികാരം ഉപയോഗിക്കാൻ പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസിയോസിന് രാജകീയ വിളംബരം ലഭിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ കൈവശം വന്നു ചേർന്ന മലങ്കര സഭയുടെ അമൂല്യനിധികളിലൊന്നായ പുരാതന ചെപ്പേടുകളിൽ ഒരു ചെറിയ ഭാഗം ഇന്നും പുലാത്തീൻ അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ മാർത്തോമൻ പൈതൃകം ഉപേക്ഷിച്ച് വിദേശ അടിമത്തത്തെ പുൽകിയവർക്കും നവീകരണ സഭയിലൂടെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം സ്വീകരിച്ചവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നായിരുന്നു 2 ദിവസം മുന്നേ കോട്ടയം നഗരത്തിൽ മലങ്കര സഭയുടെ പ്രതിനിധികൾ കൂടിച്ചേർന്ന പൈതൃക സമ്മേളനം എന്നത് ഇന്ന് പൊതുജനത്തിന് മനസ്സിലായി തുടങ്ങി. ഇനിയും വരും ദിവസങ്ങളിൽ മലബാർ റീത്തിൽ നിന്നും പാൽപ്പൊടി റീത്തിൽ നിന്നും പുത്തൻകുരിശ് സൊസൈറ്റിയിൽ നിന്നുമൊക്കെ ഓരോരോ കസേരകൾ ഉദയം ചെയ്തു വരാനുള്ള സാധ്യത തീരെ തള്ളിക്കളയുന്നുമില്ല. ഇതിൽ നിന്നൊക്കെ ഇതര ക്രൈസ്തവ സഭകളിൽ അംഗങ്ങളായിരുന്നവരും പൊതുസമൂഹവും തിരിച്ചറിയേണ്ട വസ്തുതയും അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യവും എന്തെന്നാൽ മലങ്കര സഭ കർത്യശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹയിൽ സ്ഥാപിതവും വിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ അപ്പോസ്തലിക പൈതൃകവും പാരമ്പര്യവുമാണ് മലങ്കര സഭയ്ക്ക് കൈമുതലായി ലഭിച്ചിരിക്കുന്നത്. ആദിമ സഭാപിതാക്കന്മാർ സ്വീകരിച്ചു വന്ന നേരായി സ്തുതി ചൊല്ലിയ സത്യവിശ്വാസം തന്നെയായിരുന്നു മലങ്കരയിലെ മാർത്തോമയുടെ മക്കളും കൈക്കൊണ്ടിരുന്നതെന്നും ഓരോ കാലത്തും ഉരുത്തിരിഞ്ഞ വേദ വിപരീതങ്ങളെയും പാഷണ്ഡതകളെയും വൈദിക ശക്തികളുടെ കടന്നുകയറ്റത്തെയും ശക്തിയുക്തം ചെറുത്ത് തോൽപ്പിച്ച് മാർത്തോമൻ പൈതൃകത്തിലൂടെ കൈവന്ന അസ്തിത്വവും സത്യവിശ്വാസവും ഏറ്റുപറഞ്ഞും സംരക്ഷിച്ചും പകർന്നു നൽകിയവരായിരുന്നു മാർത്തോമയുടെ മക്കളായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ അംഗങ്ങൾ എന്നത് തന്നെയാണ്. അതാണ് മലങ്കര സഭയുടെ അഭിമാനവും അന്തസ്സും.